ഹലോ, അപ്പോൾ ദാ ഇന്ന് നമ്മൾ ഹൈസ്കൂൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് പുറത്തു പോയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതിലിപ്പോൾ ഞാനും ജസ്യം മാത്രമേ ഉള്ളൂ നാട്ടിൽ നിന്ന് വരാനുള്ളത്. ബാക്കി എല്ലാവരും വയനാട്ടിൽ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചുരം കയറി കൽപ്പറ്റ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ നമ്മൾ നേരെ പോകുന്നത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. പ്രജി എന്നാണുള്ള പേര്. നമ്മൾ പാറു എന്നാണ് വിളിക്കല്. അപ്പോൾ നമ്മൾ പാറു എന്ന് തന്നെ പറയാം. പാറുവിൻ്റെ അടുത്ത് ജെസ്സി മാത്രമേ ഉള്ളൂ എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഞാനതാണ് അവളെ ആ ഒരു എക്സ്പ്രഷൻ വീഡിയോ എടുത്തത്. ഞാൻ എൻ്റെ കല്യാണത്തിനാണ് ലാസ്റ്റ് അവളെ കാണുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ എത്രയോ വട്ടം കൂടിയുണ്ട്, റീയൂണിയനൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവള് വരലില്ല, അതിനും അവളെ കാണുന്നുണ്ട്. 18 വർഷത്തിന് ശേഷം ഇതിനെ മാത്രമേ ഉള്ളൂ കിട്ടാത്ത. ഞാൻ എന്തോരം വെറുപ്പിക്കണ്ടേ അറിയോ. പിന്നെ അതാ ഓളെ വീടിൻ്റെ അടുത്ത് തന്നെ നമ്മളെ വേറൊരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് കേട്ടോ. ഷാനു എന്നാണോ എൻ്റെ പേര്. അപ്പോൾ എൻ്റെ കാലിന് ചെറിയൊരു ചതവോ അങ്ങനെ എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓന് റെസ്റ്റിലാണ്. അങ്ങനെ നമ്മൾ ഓനെയും പോയി കണ്ട്. ഓൻ്റെ വീട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര വൃത്തിയും നല്ലൊരു കാറ്റും തണുപ്പും കുറേ ചെടികളും പൂക്കളും കിളികളെ കരച്ചിലും നല്ല വെറൈറ്റി പേരക്കകളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. നമ്മൾ അവിടുന്ന് കുറച്ച് പേരക്കൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളു ചോപ്പുള്ള പേരക്ക. അങ്ങനെ പാറുവിനോട് യാത്രയൊക്കെ പറഞ്ഞതാണ് നമ്മൾ അവിടുന്ന് പോവുകയാണ് കേട്ടോ. നമുക്ക് ടൗൺഷിപ്പിൽ പോകണം. നമ്മൾ മെയിനായിട്ട് വന്നത് അങ്ങോട്ടേക്കാണ്. നിങ്ങളെല്ലാവരും ന്യൂസിലും ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളെ ചൂരൽമലയിൽ ഉരുള് പൊട്ടിയപ്പോൾ 3 ആൺകുട്ടികൾ മരിച്ചു പോയില്ലായിരുന്നു. അത് ഞങ്ങൾ ഫ്രണ്ടിൻ്റെ അനിയൻ്റെ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവരെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ഞങ്ങളുടെ ഫ്രണ്ടാണ് സൗമ്യ. അപ്പോൾ അവളെ അനിയനും വൈഫുമാണ് അനീഷും സയനയും. നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളൊരു ഫേസ് ആയിരിക്കും വരുന്നത്. ഈ അടുത്ത കാലത്തൊക്കെ വാർത്തയിലൊക്കെ ഒരുപാടുള്ളതാണ്. അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ ആ ഒരു എൻട്രൻസിൽ വെച്ചിട്ടുള്ളത് ആ ഒരു പേരാണ്. പിന്നെ ഇതാ ഈ മക്കളെ ഒരു ഫോട്ടോ ഉണ്ടോ, മക്കളതുണ്ട്. പിന്നെ അവരെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഫോട്ടോ ഉണ്ട്. ഈ ഒരു വീടിനുള്ളിലേക്ക് കയറുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരം എന്താണെന്ന് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അത്രയും ഞങ്ങളെല്ലാവരും വിഷമിച്ച് പോയിണ്ടായിരുന്നു കേട്ടോ. ഒരങ്ങനെയും ആ കുട്ടികൾ ആ വീട്ടിലുള്ള പോലെ ഉള്ളപ്പം എങ്ങനെ ഒരു വീട് ഒരുക്കി വെക്കുന്നോ അതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ എത്ര ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം അനുഭവിച്ച് ഓവർകം ചെയ്ത് വന്ന് അവരെത്ര വിഷമിച്ചിട്ടുണ്ടാവും. എന്തായാലും ഇനി മുമ്പോട്ടും അവർക്കെല്ലാം ക്ഷമിച്ചും സഹിച്ചും മുമ്പോട്ട് പോകാൻ പറ്റട്ടെ. പിന്നെ നമ്മൾ അവരോട് കുറേ സംസാരിച്ചു. അവിടുന്ന് നമ്മളിത് ആ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും ഉണ്ടാക്കിയത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ നമ്മൾ ഫ്രണ്ട്സ് പുറത്തുള്ളവരൊക്കെ വിളിക്കുന്നുണ്ട്. വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാ. ഇവരൊക്കെ വന്നപ്പോഴേ വെറുതെ ഇങ്ങനെ ചുമ്മാ നടുവാണല്ലോ അല്ലേ. നമ്മൾ നടുവിൽ മാത്രമേ ഇരിക്കൂ. അങ്ങനെ നമ്മൾ അവിടുന്ന് സൗമ്യനെയും കൂട്ടിയിട്ട് നേരെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അൽറീമിലാണ് കേട്ടോ പോയത്. മന്തി കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്കാണ് പോയത്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചതിന് പിന്നെ നമ്മൾ പിരിയും കേട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ അങ്ങ് പിരിയും. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത ആൾ വിളിക്കുന്നുണ്ട്. ഇവന്മാർ വിളിയോട് വിളിയാണ് കേട്ടോ. ഒരിക്കൽ ഞങ്ങളെല്ലാവരും പോയതാണ്. ഇപ്പോൾ ഭയങ്കര വിഷമവും കുറച്ച് കുശുമ്പൊക്കെ. അപ്പോൾ എല്ലാവരും പുറത്താണ്. ഒരാൾ ദുബായിലാണ്, ഒരാൾ ഖത്തറിലാണ്, ഒരാൾ യൂറോപ്പിലാണ്. എല്ലാവരും വലിയ വലിയ നിലയിലാണ്. നമ്മളൊക്കെ മാത്രമേ ഇങ്ങനെ ആയുള്ളൂ. നല്ല അടിപൊളി മന്തിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ മന്തി കഴിക്കലൊക്കെ കഴിഞ്ഞതാണ്. നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ജസിമോക്ക് ഒന്ന് ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒക്കെ വലിയ വണ്ടി കണ്ട അപ്പം ഡ്രൈവ് ചെയ്യണം. അങ്ങനെ ഇതാ ഒന്ന് ഡ്രൈവിന് വേണ്ടി പോവുകയാണേ. ഫായ്സ് ഒന്ന് സൺസ്ക്രീൻ ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് വെയിലുള്ളാണ്ട് ഒരു മൂലയിലേക്ക് മാറിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവരെ കൂട്ടത്തിലെത്തുമ്പോൾ നമ്മളാരും വലുതായ പോലെ ഒന്നും തോന്നൂല. നമ്മൾ ആ പഴയ 8ാം ക്ലാസ്സുകാരായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. 8ാം ക്ലാസ് മുതലാണ് ഞങ്ങൾ ഒരുമിച്ച് കാണലും ഫ്രണ്ട്സ് ആയതൊക്കെ കേട്ടോ. ഹലോ ഗൈസ്, ഇതാണ് അനു സിത്താരയുടെ വീട്. അങ്ങനെ ഡ്രൈവൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അൽറീമിൻ്റെ മുമ്പിലെത്തി. നമ്മളെ വണ്ടിയൊക്കെ എടുക്കണം ഇവിടുന്ന്. നമ്മളിവിടുന്ന് യാത്ര പറഞ്ഞിട്ട് പിരിയാണ്. നമ്മൾ വരെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഒന്ന് കാണുന്നൊക്കെ ചോദിച്ചിട്ടാണ് എല്ലാവരും പിരിയുന്നത്. എങ്ങനെയാണ് നമ്മൾ വർഷത്തിൽ എല്ലാവരും ഒരുമിച്ച് 1-2 പ്രാവശ്യം ഒത്തുകൂടലുണ്ട്. അതന്നെ ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമാണ്. പിന്നെ അതാ ഞാനും ജസിമോളും തിരിച്ച് ചുരം ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഒന്ന് ചുരം ആദ്യമായിട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്ത് കയറുന്നത്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിറങ്ങുകയാണ് ഓരോന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ പോകുമ്പോൾ നമുക്ക് നിർത്താനുള്ളൊരു ടൈമില്ല കേട്ടോ. നമ്മളെ ബൈപ്പാസിൽ വെയിറ്റ് ചെയ്ത് നിൽക്കാനും. അപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോൾ ഇറങ്ങാമെന്ന് വെച്ചിട്ട് അങ്ങനെ നേരെ അങ്ങ് പോയി. നമ്മളവിടെ എത്തിയപ്പോൾ ആ കുട്ടികളും സ്കൂളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ നിന്ന് അവക്കാഡോ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ചുരം ഇറങ്ങി. അപ്പോൾ ഈ ഒരു കൊച്ചു വ്ളോഗ് ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.